ഓം ശാന്തി. ലോകത്ത് പലപ്പോഴും മനുഷ്യന്മാരുടെ മനസ്സിൽ വരുന്നതായിട്ടൊരു ചിന്തയാണ്, ഭാഗ്യമാണോ കർമ്മമാണോ വലുത്? ഇന്ന് അതിനുള്ള ഉത്തരമായിട്ടൊരു ചെറിയ കഥ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാട്ടിൽ ഒരു സന്യാസി തപസ്വിയായിട്ട് ജീവിക്കുന്നുണ്ടായിരുന്നു. ആ വനത്തിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് രണ്ട് രാജ്യങ്ങളുണ്ടായി. ആ രണ്ട് രാജ്യങ്ങളിലെ രാജാക്കന്മാരും ആ സന്യാസിയെ വന്ന് കാണുകയും അദ്ദേഹത്തിൻ്റെ സത്സംഗങ്ങൾ അറ്റൻഡ് ചെയ്യുകയും ഉപദേശങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ രണ്ട് രാജ്യങ്ങളുടെ അതിർത്തിയിലായിട്ട് കാടിൻ്റെ നടുവിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ടായി. ആ നദിയിലെ വെള്ളം രണ്ട് രാജ്യത്തിലെ ആളുകളും ആ വെള്ളം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഒരു വേനൽക്കാലത്ത് നദിയിലെ വെള്ളം കുറഞ്ഞുപോയി. രണ്ടുപേരും അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി വെള്ളം വിട്ടുകിട്ടേണ്ടതാണ് എന്ന തർക്കത്തിലായി. അവസാനം തർക്കം യുദ്ധത്തിൽ കലാശിക്കുന്ന അവസ്ഥയായി. രണ്ടു കൂട്ടരും അന്യോന്യം യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധത്തിൽ ജയിക്കുന്ന ആൾ നദി പിടിച്ചെടുക്കും എന്ന വാശിയോടെ യുദ്ധം ആരംഭിക്കുകയായി. യുദ്ധം ആരംഭിക്കും മുന്നേ രണ്ട് രാജാക്കന്മാരും ഈ സന്യാസിയെ കാണാൻ വേണ്ടി വന്നു. യുദ്ധം എല്ലാവർക്കും നാശനഷ്ടങ്ങളെ ഉണ്ടാക്കുള്ളൂ എന്നും അതുകൊണ്ട് തൻ്റെ കഴിവിൻ്റെ പരമാവധി ആ സന്യാസി യുദ്ധത്തിൽ നിന്ന് രണ്ടുപേരെയും പിന്തിരിപ്പിക്കാൻ വേണ്ടി നോക്കി. പക്ഷെ രണ്ട് രാജാക്കന്മാരും അവനവൻ്റെ വാശിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ സന്യാസി മൗനം പാലിച്ചപ്പോൾ ഒരു രാജ്യത്തിലെ രാജാവ് വന്ന് ചോദിച്ചു സന്യാസിയെ കണ്ടിട്ട്, ഈ യുദ്ധത്തിൽ അങ്ങക്ക് ഭാവി മനസ്സിലാക്കാൻ കഴിയുന്ന ആളാണല്ലോ, ഈ യുദ്ധത്തിൽ ആര് ജയിക്കും എന്നാണ് അങ്ങ് വിചാരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ആ രാജാവിനോട് സന്യാസി പറയും, നിങ്ങൾ ഈ യുദ്ധത്തിൽ ജയിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല എന്ന് പറയും. ഒരു സെക്കൻഡ് ആ രാജാവിനൊരു ഷോക്ക് പോലെ. സന്യാസി പറയുകയാണ് യുദ്ധത്തിൽ ജയിക്കില്ല എന്ന്. തിരിച്ച് അദ്ദേഹം ചിന്തിച്ചു, ജയിച്ചാലും തോറ്റാലും യുദ്ധം ചെയ്യാതെ പിന്മാറിയവൻ എന്ന് കേൾക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. മരണം വരെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധയോടെ ഞാൻ യുദ്ധം ചെയ്യുകയും ചെയ്യും. മരിക്കുന്നെങ്കിൽ യുദ്ധത്തിൽ മരിക്കാം എന്ന് നിശ്ചയിക്കുകയാണ്. പിറ്റേ ദിവസം മറ്റേ രാജ്യത്തെ രാജാവും വന്നു സന്യാസിനെ കാണാൻ വേണ്ടി. അദ്ദേഹം വന്ന് ചോദിച്ചു, അങ്ങ് ഭാവി അറിയുന്ന ആളാണല്ലോ, ഈ യുദ്ധത്തിൽ ആര് ജയിക്കുന്നതാണ് അങ്ങ് കാണുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ സന്യാസി പറയും, അങ്ങ് ജയിക്കുന്നതായിട്ടാണ് ഈ യുദ്ധത്തിൻ്റെ ഭാവി കാണുന്നത്, വിജയസാധ്യത അങ്ങേക്കാണ് കൂടുതൽ എന്ന് പറയും. അതുകൊണ്ട് വിജയം എന്ന് എനിക്കുള്ളതാണ് എന്ന സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടിക്കൊണ്ട് തൻ്റെ പ്രജകൾക്കൊപ്പം സന്തോഷം പങ്കിട്ടുകൊണ്ട് തൻ്റെ സൈന്യവുമായിട്ട് യുദ്ധത്തിന് വേണ്ടി രാജാവ് തയ്യാറാവുകയാണ്. അങ്ങനെ യുദ്ധം തുടങ്ങി. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും ആ വിജയിക്കും എന്ന് ഉറപ്പ് പറഞ്ഞതായിരിക്കുന്ന രാജാവിൻ്റെ കുതിരയുടെ കടിഞ്ഞാൺ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മുറിഞ്ഞുപോയി. എന്നിട്ടും അദ്ദേഹം അശ്രദ്ധനായിട്ട് യുദ്ധം ചെയ്യുകയാണ്. അതൊന്നും വലിയ കാര്യമില്ല, കാരണം എന്നെ തോൽപ്പിക്കാൻ എന്തായാലും അവന് പറ്റില്ല, വിജയം ഭാവി പറഞ്ഞിട്ടുള്ളത് ഞാനാണ്, ജയിക്കും എന്നാണ്. കുതിര ബഹളം വെച്ചു, വളറി പിടിച്ച പോലെ കളിച്ചു. രാജാവ് കുതിരപ്പുറത്തുനിന്ന് വീണു. അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകന്മാർക്ക് അദ്ദേഹത്തെ ആയില്ല. രാജാവ് പിടിയിലായി. അതോടെ ആ രാജ്യം സൈന്യം അടിയറവ് പറയേണ്ടതായിട്ട് വന്നു. രാജ്യത്തിന് തോൽവി നേരിട്ടു. അങ്ങനെ രാജാവിനെ ബന്ധിതനാക്കിക്കൊണ്ട് ആ നേരത്തെ തോൽക്കുമെന്ന് പറഞ്ഞ രാജാവ് ജയിച്ച് ഈ രാജാവിന് ബന്ധിയാക്കി. ആ സമയത്ത് ആ സന്യാസി ആ യുദ്ധക്കളത്തിലേക്ക് വന്നു ചേരുകയാണ്. അപ്പോൾ ജയിച്ച രാജാവ്, സന്യാസി തോൽക്കുമെന്ന് പ്രവചിച്ചിട്ട് ജയിച്ച രാജാവ്, അദ്ദേഹം പറയാണ്, അങ്ങല്ലേ പറഞ്ഞത് ഈ യുദ്ധത്തിൽ ഞാൻ തോൽക്കുമെന്നും ഇദ്ദേഹം ജയിക്കൂ എന്നും, എന്നിട്ട് ഇപ്പോൾ നോക്കൂ ഫലം എന്താ സംഭവിച്ചതെന്ന്. അദ്ദേഹം പറയും, ഭാവി തീർച്ചയായിട്ടും പറഞ്ഞത് അങ്ങനെ തന്നെയായിരുന്നു, പക്ഷേ എപ്പോഴാണോ നീ തോൽക്കും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞത്, ആ നിമിഷം അതിനു മുന്നേ നീ വിചാരിച്ചത് നിൻ്റെ സൈന്യവും സേനാധിപതിയും യുദ്ധം ചെയ്യുമെന്നും നിനക്ക് അവസാനം വന്നാൽ മതിയെന്നുമല്ലേ. തോൽക്കുമെന്നറിഞ്ഞതുകൊണ്ട് സൈന്യത്തെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ട്രെയിനിങ് കൊടുത്ത് അവർക്ക് മോട്ടിവേഷൻ കൊടുത്ത് അവരെ കൊണ്ട് യുദ്ധം ചെയ്യാനുള്ളതായിട്ടുള്ള മുഴുവൻ ശക്തിയും നീ ഉപയോഗിച്ചു. അതേസമയം ബന്ധിതനായ രാജാവിനെ നോക്കി പറയാണ്, നിനക്കായിരുന്നു വിജയം പറഞ്ഞത്, പക്ഷേ വിജയിക്കും എന്ന ഉറച്ച വിചാരത്തോടു കൂടി നീ നിൻ്റെ കർമ്മത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. നിൻ്റെ കുതിരയുടെ കടിഞ്ഞാൺ വിട്ടപ്പോൾ പോലും അതിനെ കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പോലും നീ നോക്കിയില്ല. അതുകൊണ്ടാണ് ഇന്ന് തോൽവി നിൻ്റെ കൂടെ ആയത്. അതുകൊണ്ട് ഭാവി മനുഷ്യന്മാരുടെ കർമ്മത്തിൻ്റെ ആധാരത്തിലാണ് ഉണ്ടാവുന്നത്. തോൽക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കർമ്മം ഉപേക്ഷിക്കരുത്. കർമ്മത്തിൽ നിരന്തരമായ പരിശ്രമം കൊണ്ട് നിങ്ങൾക്ക് തോൽവിയെ ജയത്തിലേക്ക് മാറ്റാൻ പറ്റും. അശ്രദ്ധയും ആലസ്യവും കൊണ്ട് നമ്മുടെ വിജയം എന്ന ഭാവിയെ
തോൽവിയിലേക്ക് മാറ്റാൻ സാധിക്കും. നമ്മുടെ കർമ്മമാണ് വലുത്, അല്ലാതെ ഭാവിയല്ല. അതുകൊണ്ട് ഭാവി രേഖ അല്ലെങ്കിൽ ഭാഗ്യരേഖ അവിടെ നിന്ന് വരച്ചുകൊണ്ടാരും നമ്മളെ ഇങ്ങോട്ട് വിടുകയല്ല. ഭഗവാൻ നമ്മളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ കർമ്മം എന്ന ഒരു പേനയും കൊണ്ടാണ് നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശ്രേഷ്ഠ കർമ്മവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും. ഏത് വിധിയും മാറ്റി എഴുതാനാവും. അതേസമയം ആലസ്യവും അശ്രദ്ധയുമാണെങ്കിൽ എത്ര തന്നെ സമ്പത്തും തൂളിച്ച് കളയാൻ 4 ദിവസം മതിയാവും. അതോടെ ജീവിതത്തിൻ്റെ പരാജയവും സംഭവിക്കും. അതുകൊണ്ട് കർമ്മം എന്ന പേന കൊണ്ട് ശ്രേഷ്ഠമായ ഭാഗ്യരേഖ വരയ്ക്കാൻ ഭഗവാൻ നമ്മളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. ശ്രേഷ്ഠ കർമ്മം ചെയ്യൂ, ശ്രേഷ്ഠമായിരിക്കുന്ന ഭാഗ്യം നേടൂ. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.